സിഹി, സത്യം ഞാൻ പറയാം. ഞാനും ശാലിനിയുമാണ് നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും. നോക്ക്, നിനക്ക് ഈ സീതമ്മയും ശ്രീരാമനെയും ഒരുപാട് ഇഷ്ടമാണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ നീ എൻ്റെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല മോളെ. നീ ആരാന്ന് അറിയുന്നതിന് മുന്നേ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ ഞാൻ. ഇപ്പോ നീ എൻ്റെ മകളാന്ന് അറിഞ്ഞതിന് ശേഷം വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, അതാണ് കാര്യം. സോ ക്യാൻ യു പ്ലീസ് സ്റ്റേ വിത്ത് us? ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? മോളെ, അച്ഛൻ പറയുന്ന കേട്ടില്ലേ? ഞങ്ങളുടെ കൂടെ നിൽക്ക് പ്ലീസ്. സീതമ്മ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. പക്ഷെ സീതമ്മ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. വാവ്, എന്റെ മകളെ നീ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ സീത. നീ പറഞ്ഞാൽ മാത്രമേ അവൾ ഇവിടെ നിൽക്കൂ എന്ന്. സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അച്ഛാ, ഞാൻ ഇനി ഇവിടെ നിൽക്കണോ? സീക്കുട്ടാ, നീ ഒരു ദിവസം ശ്യാമങ്ങളുടെ വീട്ടില് സ്ലീപ്പ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ലേ? മോൾക്ക് ഓർമ്മയില്ലേ? അന്ന് സീതമ്മയ്ക്ക് നിന്നെ വിട്ടു നിൽക്കാനേ പറ്റിയില്ല. രാത്രിക്ക് രാത്രി വന്ന് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി. ഇന്നും അതുപോലെ മോളിവിടെ നിൽക്കണം. അച്ഛനും സീതമ്മ എത്രയും പെട്ടെന്ന് വന്ന് മോളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ, പക്ഷെ നീ എപ്പോഴും എന്റെ സീതമ്മയുടെ മകളാ. ഓക്കെ? സീത, പ്ലീസ് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക. നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് വഴക്കുണ്ടാക്കാനും വാദിക്കാനും എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ പറഞ്ഞതുപോലെ നിന്നെ ഞങ്ങൾ പിന്നീട് ഒരിക്കലും വന്ന് കണ്ടോളാം മോളെ. സീതമ്മ, അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ ഞാൻ മരിക്കുന്നവരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവോ? അച്ഛനും അമ്മയും എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഞാൻ സീതമ്മയെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നാളെ തന്നെ വരും. ഓക്കെ?
അങ്ങനെ ആ നാടകം കഴിഞ്ഞു കിട്ടി. ചേച്ചി, അയ്യോ ചേച്ചി കരയുവാണോ? നീ വന്ന കാര്യം പറ സാധന. ഭക്ഷണം റെഡിയാണ്. എല്ലാവരെയും കഴിക്കാൻ വിളിക്കട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ്. അറ്റ്ലീസ്റ്റ് അച്ഛനോടെങ്കിലും ചോദിക്കാമല്ലോ. അച്ഛൻ കുറെ മരുന്ന് കഴിക്കുന്നതല്ലേ. ഏത് സമയത്ത് എന്താ ചോദിക്കണ്ടെന്ന് പോലും നിനക്കറിയില്ലല്ലേ. വീട്ടില് സംഭവിക്കുന്ന കാര്യങ്ങള് ഓൾറെഡി എല്ലാവരുടെയും വയറ് നിറച്ചു വെച്ചിട്ടുണ്ട് സാധന. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ. എന്റെ അപ്പു കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ഇങ്ങനെയൊക്കെ ജീവിക്കും, ഒരു മനോഹര ജീവിതമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം വിപരീതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സീത രാമന്റെ കൈപിടിച്ച് നമ്മുടെ ഈ വീടിനെ രാമമന്ദിരമാക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ എന്തായത്? എന്റെ അപ്പൂന്റെ ജീവിതം, അച്ഛന്റെ ആഗ്രഹങ്ങള്, എന്റെ സ്വപ്നം എല്ലാം ഇല്ലാതായില്ലേ സാധനം. എല്ലാം വെറുതെ ആയില്ലേ. എല്ലാം താറുമാറായി പോയില്ലേ. അമ്മേ, ശരിക്കും ഞാൻ കാരണമാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. വീട്ടിലെ വെളിച്ചം കൊണ്ടുവരേണ്ട മരുമകള് അവിടെ ഇരുട്ട് കൊണ്ടുവന്ന അത് തെറ്റാണമ്മേ. ഈ തെറ്റിന് നിങ്ങൾ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. സീത, അങ്ങനെയൊന്നും പറയല്ലേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് റാം, എത്ര കാലം നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും? എല്ലാരോടും വഴക്കുണ്ടാക്കി എത്ര കാലം നീ എനിക്ക് വേണ്ടി സംസാരിക്കും? അമ്മ പറയുന്നതിലും കാര്യമുണ്ട് റാം. വീട്ടിലുള്ളവരെല്ലാം വലിയ പ്രതീക്ഷയില എന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിച്ച്. ഞാൻ അവരുടെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ചവളാ. കല്യാണത്തിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. അതൊരു ചതിയല്ലേ? ഇത് എന്റെ തെറ്റാണ് റാം. എന്റെ തെറ്റിന് ശിക്ഷ ലഭിച്ചേ പറ്റൂ. അതങ്ങനെ തന്നെ നടക്കട്ടെ. സീത, സീത, ഒരു മിനിറ്റ്. ഞാൻ കാരണം അതെല്ലാം ഇല്ലാതായി. ഈ വീട്ടിൽ ഞാൻ കാരണം പ്രശ്നങ്ങളുണ്ടായി. ഇതിനെനിക്ക് എന്ത് ശിക്ഷയാ തരുന്നത് മുത്തശ്ശ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പറഞ്ഞോളൂ. അങ്ങനെയൊന്നും പറയല്ലേ സീത. ഇപ്പൊ തന്നെ സിഹി അവിടെ നിർത്തിയിട്ട് നമ്മൾ സഹിക്കുന്ന സങ്കടം പോരെ. നീ ഇങ്ങനെയൊന്നും സംസാരിച്ച് സ്വയം ഹേർട്ട് ചെയ്യില്ലേ പ്ലീസ്. റാം പ്ലീസ്, ഞാൻ തെറ്റ് ചെയ്തവളാണ്. ഞാനൊരു തെറ്റുകാരിയാണ്. ഞാനൊരു വാടക അമ്മയാണെന്ന് ഞാൻ കല്യാണത്തിന് മുമ്പ് എല്ലാവരോടും പറയണമായിരുന്നു. വാടക അമ്മയായിട്ട് ആ കുഞ്ഞിന്റെ വയറ്റിലുള്ളപ്പോ ഞാനും ആ കുഞ്ഞും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഞാൻ വിചാരിക്കണമായിരുന്നു. ആദ്യമായിട്ട് ആ കുഞ്ഞ് വയറ്റി ചവിട്ടുമ്പോ ഞാൻ സന്തോഷിക്കാൻ പാടില്ലായിരുന്നു. ചെക്കപ്പിന് ഞാൻ പോയപ്പോ ആദ്യമായിട്ട് ആ ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടപ്പോ ഞാനും ആ കുഞ്ഞും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കണമായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും
അവള് ജനിച്ചപ്പോ അവളെ കാണാൻ അവളുടെ അച്ഛനും അമ്മയും വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു മുത്തശ്ശ? എനിക്ക് ആവശ്യമുള്ള പണം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഉപേക്ഷിക്കണമായിരുന്നു. അപ്പോ അതിനെനിക്ക് കഴിഞ്ഞില്ല മുത്തശ്ശ. ഞാനാണ് അതിന്റെ ശരിക്കുള്ള അമ്മയെന്ന് അതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാതെ മറ്റൊരു വഴി എനിക്കുണ്ടായിരുന്നില്ല. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സത്യം ആ കുഞ്ഞിനോട് പറയാതെ, സ്വന്തം ചേട്ടനോടും ചേച്ചിയോടും പറയാതെ അങ്ങനെ അങ്ങ് ജീവിക്കണമായിരുന്നു. ഞാൻ ആ കുഞ്ഞിന്റെ അമ്മ, അവളാ എന്റെ മകളെന്ന് വിചാരിച്ച ഞാൻ ജീവിച്ചേ. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം അവളുടെ സ്വന്തം അച്ഛനും അമ്മയും അവളെ വന്ന് കൊണ്ടുപോവായിരുന്നു എന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ആ ദിവസം വന്നു, അവരവളെ കൊണ്ടുപോയി. ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമാണിതെല്ലാം. മുത്തശ്ശ, നിങ്ങൾ എനിക്ക് ശിക്ഷ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആ ദൈവം എനിക്ക് ശിക്ഷ തന്നിട്ടുണ്ട്. ഇന്ന് അവര് പറഞ്ഞതുപോലെ സിഹിയെ ശ്യാമിന്റെ ശാലിനിയുടെ വീട്ടിലാക്കിയിട്ട് വരേണ്ടി വന്നു. ഇതിലും വലിയ എന്ത് ശിക്ഷ എനിക്ക് കിട്ടാനാ? Such a drama queen. നിർത്ത് സീത, ഒരുപാട് സംസാരിക്കണ്ട. സിഹി, നോക്ക്, ഡോക്ടർ അങ്കിളല്ല, അച്ഛൻ. ഞാനാ നിന്റെ ശരിക്കുള്ള അച്ഛൻ, ശാലിനിയാ അമ്മ. നീ എപ്പോഴും പറയാമായിരുന്നില്ലേ എല്ലാ ബർത്ത്ഡേക്കും അച്ഛൻ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന്. ഇതാ നോക്ക്, നിന്റെ അച്ഛൻ, ഐ മീൻ ശരിക്കുള്ള അച്ഛനും അമ്മയും വന്നു. സന്തോഷായില്ലേ? ഈ അഗ്നിസാക്ഷിയെ ഞാൻ പറയുന്നു, നീ എന്റെ മകളാണ്, ഞാൻ നിന്റെ അച്ഛനും. അച്ഛാ, നിങ്ങൾ എന്റെ അച്ഛനും അമ്മയല്ല. എന്തോ ഒരു നേരമായിട്ട് ഞാൻ പറയാ, നിങ്ങളല്ല എന്റെ അച്ഛനും അമ്മയെന്ന്. സീതമ്മയാണ് എന്റെ അമ്മ, എന്റെ ഫ്രണ്ട് ശ്രീരാം ദേശായി ആണ് എന്റെ അച്ഛൻ. സിഹി, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് മനസ്സിലാക്കണം. പറഞ്ഞില്ലേ ഞങ്ങളാ നിന്റെ അച്ഛനും അമ്മയെന്ന്? വിളിക്ക്, അങ്കിളിനെ അച്ഛാന്ന് വിളിക്ക്. ശാലിനി പ്ലീസ്, അവളോട് എന്തിനാ ദേഷ്യം? പിന്നെ നീ കണ്ടില്ലേ ശ്യാം, പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ എങ്ങനെയാ? ഇവൾക്ക് ഇത് എന്തൊരു സ്വഭാവം? നിങ്ങൾ എന്റെ അമ്മയല്ല, സീതമ്മ എന്റെ അമ്മ. സിഹി, ശാലിനി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കൊച്ചു കുട്ടിയത് ഇങ്ങനെ പേടിപ്പിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റൂല. കുറച്ച് ടൈം കൊടുക്ക്. അതെ ഷാലു, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച അവള് നിന്റെ അടുത്ത് വരില്ല. ടേക്ക് ഇറ്റ് ഈസി. ബേബി, ബേബി, ഇങ്ങോട്ട് വാ. എന്തു പറ്റി? എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഓ, ഡോണ്ട് ക്രൈ. ഇപ്പൊ കുറെ ഇരുട്ടിയില്ലേ മോളെ? ഇന്നൊരു ദിവസം ഇവിടെ ഉറങ്ങ. പക്ഷേ എന്റെ അച്ഛനും അമ്മ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിന്റെ മാതൃത്വത്തെ ചൊല്ലി ഈ വീട്ടിൽ ആർക്കും ഒരു പരാതിയില്ല. ചിലപ്പോ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഈ കുഞ്ഞിന്റെ ബാധ്യത ഏറ്റെടുക്കാനും നിൽക്കില്ലായിരുന്നു. പക്ഷെ നീയോ അമ്മയായി വളർത്തിയില്ലേ അവളെ. അതൊരു തെറ്റായിരുന്നു എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല മോളെ. ഒരേ ഒരു ചോദ്യമുള്ളൂ എനിക്ക്,
ഇപ്പൊ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ? ഇതൊന്നും എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്നോട് വേണ്ട, ഈ സത്യം രാമനോടെങ്കിലും പറയായിരുന്നല്ലോ. രാമൻ സിഹിയെ അംഗീകരിച്ചതാ മകളായിട്ട്. നിന്നെ അഗ്നിസാക്ഷിയായി കല്യാണം കഴിച്ചവനാ. ഇതൊക്കെ അവനോട് പറഞ്ഞു. അതിനൊരുത്തരം മുമ്പ് നിങ്ങൾ സിഹിയെ ശ്യാമിന്റെ കൂടെ പറഞ്ഞയച്ചില്ലേ മുത്തശ്ശ? ഓ, നിങ്ങൾ രണ്ടാളോടും ചോദിക്കാതെ കുഞ്ഞിനെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് വിടരുതായിരുന്നു എന്നാണ് നിങ്ങളുടെ വാദം. ശരി, അങ്ങനെയാണെങ്കിൽ ആരോടും ഒരു അക്ഷരം പോലും പറയാതെ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലേ സീത? അത് തെറ്റല്ലേ? അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറ, എന്നിട്ട് ഉറങ്ങാം. ആ ഗുഡ് നൈറ്റ് പറയാൻ എനിക്ക് ഫോൺ വേണം. എന്തിനാ ഫോൺ? കണ്ടോ ശ്യാം, ആ സീതയെ വിളിക്കാൻ വേണ്ടി ഇവള് ഫോൺ ചോദിക്കുന്നേ. ജിജു, നീ ആദ്യം ഷാലുവിനെ വിളിച്ചോണ്ട് പോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. ശാലിനി, യു പ്ലീസ് കം. സിഹി, ഗുഡ് നൈറ്റ് മോളെ. ഓക്കേ, നിനക്ക് ഫോണല്ലേ ചെയ്യേണ്ടത്, വെറും കോൾ ആക്കണ്ട, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ? സീരിയസ്ലി? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഞാനല്ലേ നിന്നെ ബാഡ് ആംഗിളിന്റെ അടുത്ത് നിന്ന് സേവ് ചെയ്തത്. അത് ശരിയാണല്ലോ, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ബാഡ് ആംഗിൾ എടുത്തുണ്ടെന്ന്? അതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിനക്കിപ്പോ അതറിയണോ അതോ കോൾ ചെയ്യണോ? കോള്. ശരിയാവട്ടെ, സീതമ്മയ്ക്കും നിന്റെ അച്ഛനെയും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ? സീത, ഈ കുഞ്ഞിനെ വെച്ചോണ്ടല്ലേ നീ എന്റെ രാമനെ എന്റെ അടുത്ത് നിന്നും തട്ടിയെടുത്തത്. ഇനി ഇതേ കുഞ്ഞിനെ ഉപയോഗിച്ച് തിരിച്ച് ഞാൻ എങ്ങനെ എന്റെ രാമിനെ സ്വന്തമാക്കുമെന്ന് കണ്ടോ? ഓക്കെ, നമുക്ക് കോൾ ചെയ്യാം. കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമായിരുന്നു. റാമിനോട് എന്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളോടെങ്കിലും എനിക്ക് പറയണമായിരുന്നു. സിഹി എന്റെ മകളല്ലെന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാ ഈ വീട്ടിൽ അവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. അവളെ എങ്ങാനും അകറ്റി നിർത്തേണ്ടി വരുമെന്ന് പേടിച്ച് ഞാൻ ഈ കാര്യം നിങ്ങളോട് ആരോടും പറഞ്ഞില്ല മുത്തശ്ശ. പക്ഷെ ഞാനിവിടുന്ന് രക്ഷപ്പെടാൻ പോയതല്ല മുത്തശ്ശ. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുകിടക്കാണ്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഡോക്ടർ അനന്തലക്ഷ്മി മാമിനെ കാണാൻ വേണ്ടി പോയതാ. വഴിയിൽ വെച്ച രുദ്രപ്രതാപ് വന്നു. എന്നിട്ട് സിഹിയെ കൊണ്ടുപോയി എന്റെ ഫോണും അവരെടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശ? സിഹി ഇപ്പൊ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്ന് ആ വീട്ടിലേക്ക് എത്തി മുത്തശ്ശ. ഇത്രയും ദിവസം ഞാൻ എന്തൊക്കെയാണോ പേടിച്ചത് അതെല്ലാം ഇപ്പൊ സത്യമായി. സിഹി നിങ്ങളുടെ കൺമുന്നിലൂടെ മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് തടയാൻ തോന്നിയില്ലേ? റാം, ഐ എം റിയലി സോറി. ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നിയാ പ്ലീസ് എന്നോട് ക്ഷമിക്കണം. സിഹി ഈ വീട്ടിൽ ഒരാളാണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിച്ച ശേഷമാ നമ്മുടെ കല്യാണം പോലും നടന്നത്. പക്ഷെ ഇന്ന് സിഹിയെ ശ്യാമിന്റെ ശാലയുടെ വീട്ടിലേക്ക് നമ്മൾ ഇല്ലാത്തപ്പോ എല്ലാവരും ചേർന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ
ഈ വീട്ടിൽ ഞാനോ സിഹിയോ ഒരംഗമല്ലെന്ന് പറയുന്നതിന് തുല്യല്ലേ? സീത, എല്ലാം നീ ഒറ്റയ്ക്കങ്ങ് പറഞ്ഞ എങ്ങനെയാ? ഞങ്ങളൊക്കെ എന്താ മനുഷ്യ ഇങ്ങനെ സംസാരിച്ച എങ്ങനെയാ? എന്താടാ രാമ, നിന്റെ ഭാര്യ ഞങ്ങൾക്കാർക്കും മനുഷ്യത്വം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന എന്തിനാ? അപ്പോ ഞങ്ങൾക്കാർക്കും ആലോചിക്കാനും മനസ്സിലാക്കാനുള്ള ശക്തിയില്ലേ? അത് അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ. നോക്കുമോളെ സീത, നിന്നെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് എന്ന് മുതൽ സ്വീകരിച്ചു അന്ന് തൊട്ട് നീയും എന്റെ വീട്ടിലെ ഒരാളാ. നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെയും പ്രശ്നം. നാളെ ദീപാവലിയാ. ആ ശ്യാമിനെയും ശാലിനെയും ഇങ്ങോട്ട് വിളിക്കാം. വരണം, അവർ വന്നേ പറ്റൂ. എന്നിട്ട് എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. അവരെത്തിക്കഴിഞ്ഞാൽ അവരില്ല ഇവരില്ല എന്നുള്ള കാരണമൊന്നും ഉണ്ടാകരുത്. എല്ലാവരും വേണം. അവിടെ വച്ച് ഞാനെടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം.